ഇന്ന് രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ട് അല്പം സൺസ്ക്രീൻ തേച്ച കാരണം കൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നത് കേട്ടോ. നേരെ കിച്ചണിലേക്ക് പോകാൻ പോവാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പഴം ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തതും മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. അത് മുട്ട ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കണം. അപ്പോൾ പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല മുട്ടയായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ബേക്കിംഗ് ട്രേ ഒക്കെ സെറ്റാക്കി നമ്മൾ പഴം അങ്ങനെ നൈസായിട്ട് മുറിച്ച് വെക്കുക. നൈസാക്കി മുറിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത്ര നൈസൊന്നും ആവുന്നില്ല കേട്ടോ. ഇത് ബേക്ക് ചെയ്യുന്ന നമ്മൾ പഴം ഇങ്ങനെ പൊരിച്ചെടുക്കൂലേ, അതിങ്ങനെ ബേക്ക് ചെയ്യുന്ന രീതിക്കാക്കി വെക്കുക എന്ന് വിചാരിച്ചു. ബേക്ക് ചെയ്യാൻ നമ്മൾ ഓവനിലാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പോൾ തീർച്ചയായും ഇത് ബേക്കിങ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഇതിൻ്റെ മുകളിൽ പുരട്ടി, പിന്നെ അതൊക്കെ മറിച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യ് പുരട്ടി. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയ ഒരു കേക്കാണ്. അത് കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴമൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ നല്ല ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വിതരണം എനിക്ക് തോന്നി, പക്ഷെ നല്ല പഴുത്ത പഴം, അപ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അഗാരോ മാർവെല്ലോ OTGക്ക് നമ്മളിത് വെച്ച് ഒരു 20 മിനിറ്റ് ഹീറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ കിടന്നിട്ട് നല്ലവണ്ണം പൊരിഞ്ഞ് വരട്ടെ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കേക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. കേക്ക് നല്ല പഫിനെസ്സൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റായ കേക്കാണ് കേട്ടോ. കണ്ടോ നമ്മളെ പഴം എന്താ നല്ലവണ്ണം ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ മധുരമൊക്കെ കുറേയൊക്കെ വെള്ളത്തിൽ പോകില്ല. ഇങ്ങനെ ബേക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ആ പഴത്തിൻ്റെ ഫുള്ള് മധുരം മതി തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേക്ക്, പഴം ബേക്ക് ചെയ്തത്, മുട്ട, ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കണ്ടോ പഴം നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും കേട്ടോ.